ലോകത്തിൽ മനുഷ്യർ അവരുടെ സന്തോഷം അളക്കുന്നത് അവർക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്യാവശ്യം ചുറ്റുപാടുകളുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ നോക്കി പറയും, കൊള്ളാം, അവന് ചുറ്റുപാടുകളുണ്ട്, അതുകൊണ്ട് അവൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞേക്കാം. ദാരിദ്ര്യമായിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ചിലർ കടന്നു പോകുന്നതെങ്കിൽ അവരെക്കുറിച്ചും ആൾക്കാർ അങ്ങനെ ഒരു പരാതി പറഞ്ഞേക്കാം. പാവങ്ങളാണ്, ദരിദ്രരാണ്, അതുകൊണ്ട് അവരുടെ സന്തോഷം വളരെ കുറവായിരിക്കാം എന്ന് ചിലരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ഭൗതികമായിരിക്കുന്ന ചില വസ്തുതകളാണ് മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ അളവുകോലായിട്ട് ആൾക്കാർ പരിഗണിച്ചിരിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു ചിന്തയുണ്ട്. അയ്യോ, എനിക്കൊന്നുമില്ലല്ലോ, എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയും, എങ്ങനെയാണ് ഇനി എൻ്റെ അടുത്ത ദിവസങ്ങൾ എന്നുള്ളത് മിക്കവാറും എല്ലാ മനുഷ്യർക്കും നെഞ്ചിനകത്തുള്ള ഒരു ആദിയാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ജീവിതത്തിൽ ഒന്നുമില്ലാതെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണത്. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം പൂർത്തീകരിക്കുന്നത്? മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നാളെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്? ആരാണ് എനിക്ക് വേണ്ടിയിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് പോകുന്നത്? മിക്കവാറും എല്ലാ മനുഷ്യരും ഇങ്ങനെ ആശങ്കപ്പെടാറില്ല. എന്നാൽ ജീവിതത്തിന് ദരിദ്രമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊരു ആശങ്കയുണ്ട്. ആരാണ് എന്നെ ഒന്ന് സഹായിക്കുന്നത്? ആരാണ് എൻ്റെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുന്നത്? ആരെയാണ് ഞാൻ ഇനി ആശ്രയിക്കേണ്ടുന്നത്? ഇങ്ങനെ പലവിധമായിരിക്കുന്ന ചോദ്യങ്ങൾ, പലവിധമായിരിക്കുന്ന ആശങ്കകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വന്നു കയറാറുണ്ട്. തിരുവെഴുത്തിൽ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ദൈവവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുന്ന ഒരു വാക്യം, 6ഉം 7ഉം വാക്യങ്ങൾ വളരെ സന്തോഷം നൽകുന്ന വാക്യങ്ങളാണ്. ഇന്ന് രാവിലെ നിങ്ങൾക്കതൊരു ആനന്ദമാകും, നിങ്ങൾക്കൊരു വിടുതലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ വാക്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. അവിടെ ആരാണ് ഞങ്ങളെ ഇനി സഹായിക്കുന്നത്? ആരാണ് ഇനി ഞങ്ങളെ മുന്നോട്ട് നടത്തുന്നത്? നാളെ ഏത് വഴിക്കാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്? നാളെ ആരാണ് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുതരുന്നത്? ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്? ആർ നമുക്ക് നന്മ കാണിക്കുമെന്ന് പലരും ചോദിക്കുന്നു. അത് നാട്ടുകാരുടെ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവമില്ലാത്തവൻ്റെ ഒരു ചോദ്യമാണ്, കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവൻ്റെ ഒരു വെമ്പലാണ്, അതൊരു ആവലാതിയാണത്. ആരാണ് എന്നെ സഹായിക്കുന്നത്? ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ഒരാൾ പോലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താണെന്ന് തിരുവെഴുത്ത് തൊട്ട് താഴെ പറയുന്നു, യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമക്കളെ, ഇന്നും ഈ ചോദ്യങ്ങൾ ചോദിച്ച് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. എന്തുടുക്കും, എന്ത് കഴിക്കും, എങ്ങനെ കടന്നുറങ്ങും, നാളെ എങ്ങനെ എന്നുള്ളത് ജാതികളാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ദൈവത്തെ കണ്ടുമുട്ടിയവൻ, യേശുവിനെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞവൻ, ദൈവത്തിൻ്റെ കൃപാദാനങ്ങൾ ആസ്വദിച്ചവൻ, യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ, കർത്താവിനെ ജീവിതത്തിൽ ലഭിച്ചവന് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. ബൈബിൾ അങ്ങനെ ഒന്ന് അനുവദിക്കുന്നില്ല. നീ കർത്താവിനെ കണ്ടുമുട്ടിയവനാണെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന, ഒരാളിൻ്റെ മുമ്പിൽ പോലും തലകുനിക്കാതെ ധൈര്യത്തോടുകൂടെ നിന്നെ നടത്തുമാറാക്കുന്ന ഒരുവൻ നിന്റെ ജീവിതത്തിൽ കൂടെയുണ്ടെന്ന് ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും ഉറപ്പിച്ചു വെക്കണം. ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. അത് പുറത്തുള്ളവനാണ്, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവനാണ്, കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്തവനാണ് ആ ചോദ്യമുള്ളത്. ദൈവസ്നേഹം അറിഞ്ഞവൻ, കർത്താവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയവന് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാര്യം അവൻ്റെ ജീവിതത്തെ ഏറ്റെടുത്ത ഒരുവൻ നിശ്ചയമായിട്ടും അവൻ്റെ കൂടെയുണ്ട്. എന്ന് മുതൽ കർത്താവിനെ അംഗീകരിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ആ ദൈവം അവനെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവൻ ആശങ്കകൾക്ക് വകയില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞ ഭക്തൻ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വെളിപ്പാടാണ്. അവിടെ പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ, കർത്താവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലാത്തവർ, യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്തവർ, അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷമാണ്. പണം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ, ബാങ്കിൽ ബാലൻസ് കൂടുമ്പോഴത്തേക്കും, പുരയിടങ്ങൾ വർദ്ധിക്കുമ്പോൾ, വാഹനങ്ങൾ വർദ്ധിക്കുമ്പോൾ, ജോലിക്കാർ കൂടുമ്പോൾ, യേശുവിനെ
യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സന്തോഷമാണ്. കാര്യം അവരുടെ ബിസിനസ് വളരുന്നു, അവരുടെ സംവിധാനങ്ങൾ പുരോഗതി പ്രാപിക്കുന്നു. ഇത് അവർക്ക് സന്തോഷദായകമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, അവർക്കുണ്ടായതിലും അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട്. അഥവാ യേശുവിനെ ജീവിതത്തിൽ കിട്ടിയവന് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. കാര്യം അവർക്കില്ലാത്ത ഒരു വലിയ സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കളെ, ഇന്ന് രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പുറത്ത് ഉള്ളവന് ഇല്ലാത്ത ഒരു ആനന്ദം ദൈവം നിന്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. യേശുവിനെ കണ്ടിട്ടില്ലാത്തവന് ഒരുപക്ഷെങ്കിൽ പണമുണ്ടാകാം, അവന് പ്രശസ്തി ഉണ്ടാകാം, പേരും പെരുമയും ഉണ്ടാകാം, നാട്ടുകാർ അവനെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്നുണ്ടാകാം, ജോലിക്കാർ ധാരാളം അവന് കാണുമായിരിക്കാം, അവൻ്റെ ജീവിതത്തിൽ യാതൊന്നിനും ഒരു കുറവും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, അവർക്കില്ലാത്ത ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ രാവിലെ എത്ര പേർക്ക് വാസ്തവത്തിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ആനന്ദം തോന്നുന്നുണ്ട്? പുറത്തുള്ളവന് പണം കാണുമായിരിക്കാം, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവന് സംവിധാനങ്ങൾ, അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ വലുതായിരിക്കാം. പക്ഷെ അവർക്കില്ലാത്തൊരു ആനന്ദം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അത് സങ്കീർത്തന കർത്താവ് തിരിച്ചറിഞ്ഞിട്ട് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം സാധുവായ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വളരെ സമാനതയുള്ള, ഇതിനോട് ചേർത്ത് നിർത്തി പറയാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. ഫിലിപ്പിയർ 4:7. അവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്ക് നോക്കൂ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അവിടെ പറയുന്ന വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. പണമുള്ളവന് ഒരുപക്ഷെങ്കിൽ സമാധാനം കാണുമായിരിക്കത്തില്ല, വലിയ കൂട്ടരുള്ളവർക്ക് സമാധാനം കാണുമായിരിക്കത്തില്ല. പക്ഷെ സാധുവായ നിനക്ക്, ഒരു നേരത്തെ ആഹാരം മാത്രമുള്ള നിനക്ക്, നാളത്തേക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടില്ലാത്ത നിനക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിന്നെ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ദരിദ്രമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ ഒരു വൈഷമ്യവും തോന്നേണ്ട ആവശ്യമില്ല. കാര്യം അവർക്കില്ലാത്ത, പണമുള്ളവർക്കില്ലാത്ത സന്തോഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. അവർക്കില്ലാത്ത സമാധാനം ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഈ ദൈവവചനം പറഞ്ഞു ഉറപ്പിക്കുന്നു, കർത്താവിനെ അടുക്കിലേക്ക് നിങ്ങൾ വന്നത് നിമിത്തം, യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഒരു ദിവസം പോലും നിങ്ങളുടെ സന്തോഷത്തിന് കുറവ് വരത്തില്ല, ഒരു ദിവസം പോലും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകത്തില്ല. സകല ബുദ്ധിയെയും കവിയുന്ന, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നൽകുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്താൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അവർക്കുള്ളതിനേക്കാളും അധികം സമാധാനം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ആ സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.